മലയാള ടെലിവിഷൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. മാന്യമായ വേതനം നൽകുന്നില്ലെങ്കിൽ അവർ മറ്റു പലരിൽ നിന്നും വേതനം കൈപ്പറ്റാൻ ഇടയുണ്ട്. അത് ആത്യന്തികമായി പ്രസ്തുത ചാനലുകളെ മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തെ ആകെയും സാരമായി ബാധിക്കും. നമ്മുടെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ BJPയുടെ ശമ്പളം കൂടി വാങ്ങിയാണ് പണിയെടുക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസമാണ് RLV രാമകൃഷ്ണനെ സുരേഷ് ഗോപി ഫോണിലൂടെ വിളിക്കുകയും ഒപ്പം തന്റെ ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അത് സംഘപരിവാർ ക്യാമ്പുകൾ വലിയ വാർത്തയാക്കി, സുരേഷ് ഗോപി ചേട്ടന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന് പിന്നിൽ ചില കളികൾ ഉണ്ടായിരുന്നു. അത് തുറന്നു കാണിക്കുകയാണ് CPMന്റെ മുതിർന്ന നേതാവ് M സ്വരാജ്. CPMന്റെ പ്രതിവാര പരിപാടിയായ സത്യാനന്തരത്തിൽ തെളിവുകൾ സഹിതമാണ് M സ്വരാജ് അത് പറഞ്ഞിരിക്കുന്നത്. ആ തെളിവുകൾ ഉൾപ്പെടെ നമുക്കൊന്ന് കാണാം. മലയാള ടെലിവിഷൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. പല നിലയിൽ പരിശോധിച്ചാലും ഈ ആവശ്യത്തിന് പ്രസക്തിയുണ്ട്. ഒന്ന്, ഏത് തൊഴിലിനും മാന്യമായ വേതനത്തിന് അർഹതയുണ്ട്. രണ്ട്, മാന്യമായ വേതനം നൽകുന്നില്ലെങ്കിൽ അവർ മറ്റു പലരിൽ നിന്നും വേതനം കൈപ്പറ്റാൻ ഇടയുണ്ട്. അത് ആത്യന്തികമായി പ്രസ്തുത ചാനലുകളെ മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തെ ആകെയും സാരമായി ബാധിക്കും. കുറെ കൂടി വിശ്വാസ്യത തകരാനും മാധ്യമങ്ങളോട്, മലയാള മാധ്യമ പ്രവർത്തനത്തോട് പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ള പുച്ഛം വർദ്ധിക്കാനും ഇടയാക്കും. ഇത്രയും പറഞ്ഞത് കേരളത്തിലെ 3 സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർമാർ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റുന്നതിന് പുറമെ BJPയിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നതായി അവരുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ആ ആക്ഷേപത്തെ സാധൂകരിക്കുന്നതാണ് പല അനുഭവങ്ങളും. ഇപ്പോഴിതാ RLV രാമകൃഷ്ണൻ എന്ന അനുഗ്രഹീതനായ നർത്തകനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വാർത്തകൾ, വിവാദങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം കടന്നു പോകുന്നില്ല. ആ വിഷയത്തിൽ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ പിന്തുണ നർത്തകനുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സ്ഥാനാർത്ഥിയുടെ ഏജന്റായി പ്രവർത്തിച്ചത് മലയാള ടെലിവിഷൻ ചാനൽ പ്രവർത്തകരാണ്. അതിൽ ചിലരാണ്. ഈ ദൃശ്യശകലം കണ്ടാൽ എല്ലാം വ്യക്തമാകും. ഫോണിൽ വിളിച്ച് സ്ഥാനാർത്ഥിയുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. സ്പീക്കറിലിടണം എന്ന് നിർബന്ധമാണ്. BJP സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശപ്രകാരം ആജ്ഞാനുവർത്തിയായി, ഭൃത്യനായി, വിധേയനായ ഒരു ദാസനായി പ്രവർത്തിക്കാൻ മാധ്യമപ്രവർത്തകൻ എന്ന മേൽവിലാസം ഇദ്ദേഹത്തിന് തടസ്സമല്ല. അതെ, പല ദിക്കിൽ നിന്നും ശമ്പളം വാങ്ങുന്നവർക്ക് പലർക്കായും പ്രവർത്തിച്ചേ തീരൂ. മാധ്യമപ്രവർത്തനത്തെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ, അവഹേളിക്കാൻ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മലയാള ടെലിവിഷൻ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക്, മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ, ഉചിതമായ വേതനം നൽകാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ മാധ്യമ പ്രവർത്തകനായിരിക്കെ തന്നെ മറ്റു പലരുടെയും ശമ്പളത്തിന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, അതും നെറികെട്ട ജോലി ചെയ്യുന്നതിന് ഇതുപോലെ നാം സാക്ഷിയാകേണ്ടി വരും. അത്രമാത്രം. ചരിത്രത്തിലാദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ്. വാർത്ത ഡൽഹിയിൽ നിന്നാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളാണ് EDയുടെ അറസ്റ്റിലായത്. സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഏത് കൊട്ടേഷൻ ജോലിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്ന് വിശദീകരിക്കേണ്ടതില്ല. കേന്ദ്ര ഏജൻസികളെല്ലാം സംഘപരിവാർ കാര്യാലയത്തിലെ വളർത്തുനായ്ക്കളായി മാറിയിട്ട് കാലമേറെയായി. രാഷ്ട്രീയ പകപോക്കാൻ
BJP ആസ്ഥാനത്ത് നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് റെയ്ഡും അറസ്റ്റും കേസ് പ്രഹസനങ്ങളുമായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോവുകയാണ്. 100 കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ മുകളിലും അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്തും എപ്പോഴും സംഭവിക്കാവുന്ന നിലയിലേക്ക് രാജ്യം എത്തി നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ അത് സംഘപരിവാരത്തിൻ്റെ അധികാരത്തിനു കീഴിൽ രാജ്യത്ത് ഫാസിസത്തിൻ്റെ കാലൊച്ചകൾ വ്യക്തമായി തന്നെ കേട്ടു തുടങ്ങി എന്നതിൻ്റെ തെളിവായി അത് മാറുകയാണ്. സ്വാഭാവികമായും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം നീക്കങ്ങളെ ജനാധിപത്യത്തിൻ്റെ പേരിൽ ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിത നടപടികളോടൊപ്പം അടിയുറച്ചു നിന്ന് കേന്ദ്ര സർക്കാരിനും EDക്കും പിന്തുണ നൽകുകയാണ്. ആ കൂട്ടത്തിൽ ഒരു മാധ്യമമാണ് മാതൃഭൂമി. മാതൃഭൂമി ടെലിവിഷനിൽ ഓൺലൈനിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആവേശത്തോടു കൂടിയാണ് ആഘോഷിക്കപ്പെട്ടത്. EDക്കെതിരെ ഒരു വിമർശനവുമില്ല. ഇത് അനിവാര്യമായ ഉചിത നടപടി എന്ന് തോന്നിപ്പിക്കും വിധമാണ് മാധ്യമം ആ വാർത്തയെ കൈകാര്യം ചെയ്തത്. അതിനു പുറമെ മാതൃഭൂമി ദിനപത്രം പുറത്തിറങ്ങിയപ്പോൾ പതിവ് പോലെ വിഷവിതരണം നടത്തുന്ന പോക്കറ്റ് കാർട്ടൂൺ കാകദൃഷ്ടി ഈ കാര്യത്തിലും പതിവ് നിലപാട് തന്നെ മുറുകെ പിടിച്ചു. ചൂലെടുത്തവൻ ചൂലാൽ എന്നാണ് കാകദൃഷ്ടിയിലെ കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പ്. ചൂൽ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമാണ്. അഴിമതിക്കെതിരായ സമരത്തിൻ്റെ പ്രതീകമായാണ് അടിച്ചുവാരി വൃത്തിയാക്കുക എന്ന നിലയിൽ ചൂല് അവരുടെ അടയാളമായി സ്വീകരിച്ചത്. ചൂലെടുത്തവൻ ചൂലാൽ എന്നാണ് കാകദൃഷ്ടി പറയുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് തങ്ങളുടെ പക്ഷം വ്യക്തമാക്കുകയാണ് മാതൃഭൂമി. മാതൃഭൂമി ഇനി ആർക്കെങ്കിലും വല്ല സംശയവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കയറൂരി വിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ അഴിക്കുള്ളിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഹീനമായ കുതന്ത്രങ്ങൾക്കൊപ്പമാണ് തങ്ങളും എന്ന് മാതൃഭൂമി ആവർത്തിച്ചു പറയുന്നു.